പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ പോകുന്ന വണ്ടിയാണെന്ന് കരുതിയിട്ടാണെന്ന് അറിയത്തില്ല. ജിൻസി സിസ്റ്റർ വണ്ടി കയറുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നനച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വണ്ടി കയറി വീട്ടിൽ പോണം. ഞങ്ങളുടെ ആശുപത്രിയിലെ ക്യാബാണിത്. കാറ് കയറിയപ്പോഴോ എന്റെ ക്യാമറയിൽ പതിയാൻ 2 യുവതികൾ ഇരുന്ന് മത്സരിക്കുന്ന കാഴ്ചയാണിത്. ഇന്ന് ഞാൻ അതീവ ദുഃഖിതയായിട്ടാണ് ജോലിക്ക് പോയത്. കാരണം എന്റെ തത്തപ്പച്ച സ്ക്രബിന്റെ ടോപ്പ് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും വെറൈറ്റി ആയിട്ടാണ് ജോലിക്ക് പോയത്. പക്ഷെ ഞാൻ വെള്ള കോട്ടിടുന്നതുകൊണ്ട് ഇത് ആരും അറിയത്തില്ല. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രമേ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അമ്മച്ചിക്കിട്ട് അതെനിക്ക് നിർബന്ധ. കുളി കഴിഞ്ഞ് വന്ന് കയ്യോടുകൂടി ന്യൂട്രോജനാഡ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്കിന്നൊക്കെ വറ്റി വരണ്ട് താർമരുഭൂമി പോലാകും. സ്നാക്സിന് ചായയും സ്വീറ്റ് കോണും ഉണ്ടാക്കി ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് കരുതിയപ്പോൾ മതാ വരുന്ന ഒരു അലവലാതിയുടെ ഫോൺ കോൾ. ജാൻസിയുടെ കൂടെ അത്യാവശ്യമായിട്ട് HR വരെ ഒന്ന് കൂട്ടുപോകാൻ. എന്നും പോകുമ്പോൾ ഞാൻ മാനത്തെ ഈ സാധനം നോക്കും. ഇതെന്താന്ന് എനിക്കറിയത്തില്ല ഗൈസ്. തിരിച്ചു വരുമ്പോൾ ലാംസത്തി എന്നൊരു നൂഡിൽസ് വാങ്ങിച്ചു തരാന്നുള്ള ഒരൊറ്റ മോഹന വാഗ്ദാനത്തിൽ ഞാൻ വീണുപോയി. ഏതാണ് അലവലാതി? ഇതാണ് അലവലാതി. ചെടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് പാരിജാതം. ഇതാണ് ശവന്നാറിച്ചെടി. ഇവിടുന്ന് ഞങ്ങൾക്ക് എയർപോർട്ട് അടുത്താണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് നോക്കിക്കൊണ്ടേയിരിക്കും. എന്താണേലും ഒടുവിൽ വീട്ടിലെത്തി ജാൻസി വാക്കും പാലിച്ചു.